മോണ്ടിസോറി ഇപ്പോഴും പലർക്കും അറിയില്ല അല്ലേ? അതായത് 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലെ സെൻസ് ഓർഗൻസ് അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ടും കേട്ടും തൊട്ടും മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു പഠന രീതിയാണിത്. ഇതിലൂടെ കുട്ടികളിലെ സെൻസോറിയൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യിക്കാനും സാധിക്കും. ഇത്തരത്തിൽ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മോണ്ടിസോറി ടീച്ചർ. ഗുരുകുൽ കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിയറിയേക്കാൾ കൂടുതൽ പ്രാധാന്യം പ്രാക്ടിക്കൽ സെക്ഷന് നൽകുന്നു എന്നത് തന്നെയാണ്. വിവിധ തരത്തിലുള്ള മോണ്ടിസോറി ഉപകരണങ്ങൾ പരിചയപ്പെടാനും അവ ഉപയോഗിക്കാനുമുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ഇവിടെ ഇപ്പോൾ കുറച്ച് മോണ്ടിസോറി അപ്പാരറ്റസ് നിങ്ങൾക്ക് കാണാം. എന്താണ് മോണ്ടിസോറി അപ്പാരറ്റസ്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതാണ് ഹ്യൂമൻ ബോഡി പാർട്സിന്റെ മോണ്ടിസോറി അപ്പാരറ്റസ്. ഇത് നമുക്ക് ഷഫിൾ ചെയ്ത് വെക്കാവുന്നതാണ് ഇതുപോലെ. എന്നിട്ട് കുട്ടിയെ കൊണ്ട് സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്യിപ്പിക്കുക. ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലൂടെ ഇത് ഹെഡാണ്, ഇത് ഹാൻഡാണ്, ഇത് ലെഗാണ്. ഇങ്ങനെ സ്വന്തം ബോഡി പാർട്സിനെ കുറിച്ച് സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ കുട്ടിയെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷൂലേസ് കെട്ടാനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. ഇതിനൊരു പ്രത്യേക മെത്തേഡിലൂടെയാണ് നമ്മൾ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് നമുക്ക് 2 ഹാൻഡ്സ് ആണുള്ളത്, റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും. ഇതിലെ തം, ഇൻഡെക്സ്, മിഡിൽ ഫിംഗർ ഇത്രയും ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഷൂലേസ് കെട്ടാൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കെട്ടുന്നത്. അത് ഈ 3 ഫിംഗേഴ്സ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ഫിംഗേഴ്സ് നമ്മൾ മടക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ബട്ടൺ ഫ്രെയിം ആണ്. ഇത് കുട്ടിയെ സ്വന്തമായിട്ട് ബട്ടൺസ് ഇടാനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. ഇതാണ് ബട്ടൺസ് ഫ്രെയിം. ഇതിനും പ്രത്യേക മെത്തേഡുകൾ ഫോളോ ചെയ്താണ് നമ്മളിത് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് നമ്മൾ 2 ഹാൻഡ്സിലെ 2 ഫിംഗേഴ്സ് മാത്രം ഇവിടെ യൂസ് ചെയ്താൽ മതി. അതായത് തമ്പും ഇൻഡെക്സും, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. ഇതുപോലെ ഈ 2 ഫിംഗേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നോബഡ് സിലിണ്ടർ. ആക്ച്വലി ഇത് 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഇപ്പം ഞാൻ 2 എണ്ണമേ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതോടുകൂടി കുട്ടി കണ്ടും തൊട്ടും മെഷർമെന്റ്സുകളെ കുറിച്ച് പഠിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇതാ ഈ ബ്ലോക്ക് ഒന്ന് നോക്കി. ഇത് മൊത്തം നമ്മൾ കാണുമ്പം എല്ലാം ഒരേ വലിപ്പത്തിലുള്ളതാണെന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ലെങ്ത് കൂടിയത്, ഇത് ലെങ്ത് കുറഞ്ഞത്. ഇതുപോലെ നമ്മൾ ഈ സിലിണ്ടേഴ്സിന് ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുട്ടിയെ കൊണ്ട് സ്വന്തമായിട്ട് ഇത് അറേഞ്ച് ചെയ്യിപ്പിക്കും. അതായത് ഇത് കുട്ടി എടുക്കുകയും ഇത് സ്പർശിക്കുകയും അതിലൂടെ കുട്ടി മനസ്സിലാക്കുകയും ചെയ്യും. എന്നിട്ട് അതാത് ബ്ലോക്കുകളിൽ കൊണ്ട് നിക്ഷേപിക്കുക. ഇത് കുട്ടി സ്വന്തമായി ചെയ്യുന്നതിലൂടെ ഒരു എക്സസൈസിങ് ബ്ലോക്കും കൂടിയാണ് ഇത്.